ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിയാച്ചിൻ സന്ദർശിക്കും. ബേസ് ക്യാമ്പിലെ സൈനികരുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആധുനിക സുരക്ഷാ സംവിധാനവും പുതുക്കിയ ലോഞ്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലെന്ന് കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് മന്ത്രാലയം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വീണ്ടും അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിയാച്ചിൻ ബേസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശന വേളയിൽ അവിടെ നിയോഗിച്ചിട്ടുള്ള സൈനികരുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും. സിയാച്ചിൻ സന്ദർശിക്കുന്ന രാജ്യത്തെ മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് ശ്രീമതി മുർമു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 2 സുപ്രധാന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വിമാനത്താവള ഓപ്പറേഷണൽ മേഖലയുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയ അത്യാധുനിക ഇലക്ട്രോണിക് കവചവും പുതുക്കിയ ലോഞ്ചുമാണ് ഉദ്ഘാടനം ചെയ്തത്. വിമാനത്താവളത്തിൽ ഈ മാസം 1 കമ്മീഷൻ ചെയ്ത 0484 എയ്റോ ലോഞ്ചിൽ അടുത്ത മാസം മുതൽ ബുക്കിംഗ് തുടങ്ങുമെന്ന് സിയാൽ അറിയിച്ചു. കേരള ട്രാവൽ മാർട്ടിന്റെ 12ാം പതിപ്പ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, മീറ്റിംഗ്സ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻസ് അഥവാ മൈസ്, വിനോദസഞ്ചാരം, വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ, ക്രൂയിസ് ടൂറിസം തുടങ്ങിയ മേഖലകളിലാണ് ഇത്തവണ ട്രാവൽ മാർട്ട് കേന്ദ്രീകരിക്കുന്നത്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. നാളെ മുതൽ 29 വരെ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് പരിപാടി. സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലെന്ന് കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് മന്ത്രാലയം. വാർഷിക തൊഴിൽ കണക്കെടുപ്പ് പ്രകാരം 15 മുതൽ 29 വയസ്സ് വരെയുള്ളവരിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 29.9%. വനിതകൾക്കിടയിൽ 47.1%, പുരുഷന്മാർക്കിടയിൽ 19.3%മാണ് തൊഴിലില്ലായ്മ നിരക്ക്. അതേസമയം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ ഗണ്യമായ കുറവുണ്ട്. ദേശീയ തൊഴിലില്ലായ്മ നിരക്ക് 2022-23 5.1%-ൽ നിന്ന് 2023-24 3.2%-ആയി കുറഞ്ഞു. രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ. പതിറ്റാണ്ടുകൾ നീണ്ട ഇടത് കോൺഗ്രസ് ഭരണത്തിന്റെ ബാക്കിപത്രമാണിതെന്നും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ 8 വർഷമായി അധികാരത്തിൽ തുടരുന്ന പിണറായി വിജയൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ മുൻഗണനാ വ്യവസായ മേഖലകളായ ലൈഫ് സയൻസ് ആൻഡ് ബയോടെക്നോളജി മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി ബയോ കണക്ട് 2.0 ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വെള്ളി ശനി ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് വച്ച് നടക്കുന്ന ബയോ കണക്ട് കോൺക്ലേവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിൻ്റെയും കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്കിൻ്റെയും നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. വാക്സിനുകളും ഫാർമ വ്യവസായവും AI-യും ജനിതകശാസ്ത്രവും തുടങ്ങി വിവിധ വിഷയങ്ങളെപ്പറ്റി കോൺക്ലേവിൽ ചർച്ച സംഘടിപ്പിക്കും. വിവിധ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട സംഘം കോൺക്ലേവിന് മുന്നോടിയായി തിരുവനന്തപുരത്തെ ലൈഫ് സയൻസസ് പാർക്കും അനുബന്ധ സൗകര്യങ്ങളും സന്ദർശിക്കും. ആഴക്കടലിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറാണ് കരാറിൽ ഒപ്പുവച്ചത്. കരാറിൽ പങ്കുചേരാനായതിൽ ഇന്ത്യയ്ക്ക് അഭിമാനമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തള്ളി. വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചു. ADGPക്കെതിരെയും അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തു. DGP ഉന്നയിച്ച കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ പൂനെ സന്ദർശിക്കും. 22,600 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. ജില്ലാ കോടതി മുതൽ പൂനെയിലെ സ്വർഗേറ്റ് വരെയുള്ള മെട്രോ ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏകദേശം 130 കോടി രൂപ വിലമതിക്കുന്ന രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും. കാലാവസ്ഥാ ഗവേഷണങ്ങൾക്കായി രൂപപ്പെടുത്തിയ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള കമ്പ്യൂട്ടിംഗ് സംവിധാനവും പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയിൽ അടുത്ത 2 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുംബൈയിലും സമീപ പ്രദേശങ്ങളിലും ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വൻ നാശനഷ്ടം ഉണ്ടായി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു. മുംബൈ ഉൾപ്പെടെ പല ജില്ലകളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം വരെ നീളുന്ന കേന്ദ്ര സർക്കാർ ആവിഷ്കൃത പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ. ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്തുടനീളം നടത്തിവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആശംസകളുമായി പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ജോർജ് ഓണക്കൂർ. രാജ്യത്ത് ഉടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ബൃഹത്തായ ഒരു പരിപാടിയാണ് സ്വച്ഛതാ ഹി സേവ അഭിയാൻ. നാട്, ഈ ഭൂമി, ഈ ആകാശം ഒക്കെ മാലിന്യ മുക്തമായി തീർന്ന് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതിനുള്ള സമഗ്ര പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ അഭിയാൻ. ഈ പദ്ധതിക്ക് എല്ലാ ഭാവുകവും ഞാൻ നേരുന്നു. അതിൽ പങ്കാളികളായി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അണിനിരക്കാൻ നമുക്കെല്ലാം ശ്രമിക്കാം. ജയ് ഹിന്ദ്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഉദുമ മുൻ MLA-യുമായ KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. ഭൌതിക ശരീരം 10 മുതൽ 11:30 വരെ കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ കാസർഗോഡ് DCC ഓഫീസിൽ പൊതുദർശനമുണ്ടാകും. 2 മണിക്ക് കാസർഗോഡ് നിന്ന് വിലാപയാത്ര ആരംഭിക്കും. കർണാടകയിലെ ഷിരൂരിൽ തിരച്ചിലിൽ കണ്ടെത്തിയ കോഴിക്കോട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജുന്റേതെന്ന് കരുതുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടക്കമായി. മൃതദേഹം അർജുന്റേതെന്ന് സ്ഥിരീകരിക്കുന്നതിനായി DNA സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകും. ഓണം കളക്ഷനിൽ വൻ കുതിപ്പ് നടത്തി കോന്നി, അടവി, ഗവി ഇക്കോ ടൂറിസം സെന്ററുകൾ. ഈ മാസം 16 മുതൽ 22 വരെയുള്ള കണക്കനുസരിച്ചാണിത്. KSRTCയുടെ ഗവി ബജറ്റ് ടൂറിസം യാത്രയ്ക്കും നല്ല പ്രതികരണമാണ് എല്ലാ ജില്ലകളിൽ നിന്നും ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന കോന്നി ആനത്താവളവും മുണ്ടോമൂഴി, അടവി, കുട്ടവഞ്ചി സവാരിയും ഗവിയും ഉൾപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ വലിയ കുതിപ്പാണ് ഉണ്ടായത്. കോന്നിയുടെ സൗന്ദര്യം ആസ്വദിച്ച് KSRTC ഏർപ്പെടുത്തിയ ഗവി ബജറ്റ് ടൂറിസം യാത്ര വഴിയും അല്ലാതെയും ഓണാവധിക്കാലത്ത് കോന്നി ആനത്താവളം, ആനയൂട്ട്, 3D തിയേറ്റർ, ഗവി പാക്കേജ്, കുട്ടവഞ്ചി സവാരി, ബാംബു ഹട്ട് തുടങ്ങിയവ സന്ദർശിച്ച 15,887 വിനോദസഞ്ചാരികളിൽ നിന്നായി 26,02,664 രൂപയുടെ വരുമാനമാണ് ഉണ്ടായത്. ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഏതാനും ദിവസത്തിനുള്ളിൽ പണം ഈടാക്കി തുടങ്ങും. ഇടുക്കി ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയാണ് ദേവികുളത്തേത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിമെട്ട് ഭാഗത്തെ 41.78 കിലോമീറ്ററാണ് 6 മാസം മുമ്പ് പുതുക്കിപ്പണിതത്. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യേതര വാഹനങ്ങളുടെ ഉടമസ്ഥർക്ക് 340 രൂപയ്ക്ക് പ്രതിമാസ പാസ് എടുത്ത് ഈ വഴി സഞ്ചരിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് സിയാച്ചിൻ സന്ദർശിക്കും. ബേസ് ക്യാമ്പിലെ സൈനികരുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആധുനിക സുരക്ഷാ സംവിധാനവും പുതുക്കിയ ലോഞ്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലെന്ന് കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് മന്ത്രാലയം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വീണ്ടും അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.